സാറേ തോക്ക് കാണുന്നില്ല, ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കി. ഇല്ല സാറേ, ഞങ്ങൾ അവിടെ എല്ലാം നോക്കി. ആരാ ആദ്യം തോക്കെടുത്തേ? ആരാ ആദ്യം തോക്കെടുത്തേന്ന്? ആരാ? എന്തിനാ തോക്കെടുത്തേ? തുടച്ചിട്ട് മാറ്റി വെക്കാൻ എടുത്തതാ. തുടച്ചിട്ട് എവിടാ വെച്ചത്? ആ ടേബിളിൽ. ഇവിടാണോ വെക്കേണ്ടത്? പെട്ടെന്ന് തുടച്ചോണ്ടിരുന്നപ്പോൾ ഒരു കോള് വന്നു, അതാ. ഇവരാരെങ്കിലും മാറ്റി വെക്കുമെന്ന് വിചാരിച്ച്. നിങ്ങൾ എന്താണോ എടുത്ത് വെക്കാഞ്ഞത്? ഞാൻ വേണ്ടെന്ന് ഇങ്ങനെ സംഭവിക്കില്ല സാർ. തന്നെ കാണാതെ പോയ ഷൂ കിട്ടിയോ? എന്നാ മിണ്ടിപ്പോയേക്കരുത് കേട്ടല്ലോ സാർ. ഇത് നമ്മുടെ ബിജു പൗലോസ് സാറിൻ്റെ സ്റ്റേഷനിൽ നിന്ന് വയർലെസ് മോഷണം പോയ പോലെ ആവും സാർ. എടോ, അത് വയർലെസ് സ്റ്റേഷന് വെളിയിൽ നിന്നാണ് പോയേക്കുന്നത്. ഇത് തോക്ക് സ്റ്റേഷനകത്തുനിന്നാണ് പോയേക്കുന്നത്. നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ലോ. പ്രഷർ മൊത്തം എനിക്കാണല്ലോ, ഞാൻ കൊടുക്കണമല്ലോ വിശദീകരണം മേളിൽ. ഇതൊക്കെ പോട്ട്, എൻ്റെ ടേബിളിലിരുന്ന സാധനം നീയൊക്കെ എന്തിനാ എടുത്തേ? ഉത്തരവില്ല, ഒന്നിനും ഉത്തരവില്ല. ഇന്ന് രാവിലെ മുതൽ സ്റ്റേഷനിൽ ആരൊക്കെ വന്നു, ആരൊക്കെ പോയി, ഫുൾ ഡീറ്റെയിൽ എനിക്കിപ്പോൾ അറിയണം. സാറേ, വന്നവരിലൊരു 2 പേര് അകത്തുണ്ട്, 4 പേരാണ് പോയിട്ടുള്ളത്. ആരൊക്കെയാ? സാറേ, ഞൊട്ട്, ആ പെണ്ണ്, പിന്നെ തള്ളയും മോനും, പിന്നെ ഇവരിൽ ആരോ ഒരാളാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ടുണ്ടോ? ഏയ്, അവരൊന്നും എടുക്കുമെന്ന് തോന്നുന്നില്ല സാറേ. നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കുന്നതിൻ്റെയാ. നിങ്ങൾ ഏതൊരാളിൻ്റെയും ക്രിമിനൽ മൈൻഡ് കാണാൻ നോക്ക്. പോലീസായിട്ട് ചിന്തിക്കടോ. അല്ല സാറേ, ഈ ഞൊട്ടൊക്കെ നമ്മുടെ ആ തോക്കെടുത്ത് എന്തോ കാണിക്കാനാ? അവനൊന്നും നേരെ പിടിക്കാൻ പോലും അറിയത്തില്ല. നിനക്കൊക്കെ തമാശ. സെറിനെ, നിങ്ങൾ ആ ഒരു ആംഗിളിൽ ചിന്തിക്കുന്നതിൻ്റെയാ. നിങ്ങൾ വേറൊരു ആംഗിളിൽ ചിന്തിച്ച് നോക്ക്. നിർത്ത്. നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോഴും സെയിം ആംഗിൾ തന്നെ. നിങ്ങൾ വേറൊരു ആംഗിളിൽ ചിന്തിക്ക്. ആ സാറേ, എനിക്കിപ്പം എന്താണ്ടൊക്കെ തോന്നുന്നുണ്ട്. മിക്കവാറും ആ പെണ്ണായിരിക്കും. അവിടെ കരച്ചിൽ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവള് കള്ളിയാണ്. അല്ല സാറേ, ഇതാ കുടിയനാ. അവൻ്റെ ആ കുടിച്ചോണ്ട് ഇവിടെ വന്നുള്ള ഒരു ഇരിപ്പും നമ്മളുള്ള ആ നോട്ടവും ഈ സ്റ്റേഷൻ്റെ മുക്കും മൂലം അവനറിയാം. ഇത് അവൻ തന്നെ. അല്ല സാറേ, എനിക്ക് തോന്നുന്നത് അമ്മയും മോനുമാണ്. അവർ വന്നതിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സാറേ, എനിക്ക് തോന്നുന്നത് ആ ഞൊട്ടാന്നാ. അവർ പഠിച്ച കള്ളനാ. എടോ, എല്ലാവരും കൂടെ സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ സാധനം കണ്ടുപിടിക്കണം നമുക്ക്. കേറ് ജിപ്പി. സാറേ, എനിക്കൊരു സജഷനുണ്ട്. സാറേ, ആമസോണിൽ നമ്മുടെ സെയിം സാധനം കിട്ടും, തോക്ക്. അയ്യോ സാറേ, ബോണറ്റ്. സുമേഷേ, നിന്നോട് 100,000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് സീരിയസ് സമയത്ത് കോമഡി അടിക്കരുതെന്ന്. ക്ഷമിക്കണം സാറേ, ആമസോണിൽ വില കൂടുതലാണെങ്കിൽ നമുക്ക് മീഷോയിൽ നിന്നും മേടിക്കാം. പൊക്കിയെടുത്ത് ഇതിന്റെ മണ്ടയ്ക്ക് കുത്തി നിർത്തി ഞാൻ പൊതിക്കുന്നില്ല. സത്യമായിട്ട് ഞാൻ പൊതിക്കുവേ. വിവരക്കേട് പറഞ്ഞാൽ സസ്പെൻഡ് ഞാൻ ചെയ്യും. കേട്ടല്ലോ? കേറ് വണ്ടിക്ക് 4 എണ്ണം.
നീ എവിടെ പോവാ യൂണിഫോം ഇട്ടില്ല. കയറി വണ്ടിക്കകത്ത്. ഇത് താളം ചവിട്ടാതെ കയറ്. താൻ എവിടെ പോവാ? എടോ അകത്ത് പോയി ഡീറ്റെയിൽ എടുക്കടോ. ചേച്ചി ഒരു കവറ് പാല്. അതെ. എടുത്തോ. നീ എന്തായിരുന്നു? പാലായിരുന്നു എടുത്തേ. ഞാൻ ചോദിച്ചാൽ പാലാന്നോ? അയ്യോ സോറി, ഒരു കുപ്പി സോഡ. പാല് വേണ്ട. പാല് വേണ്ട. സോഡ എടുത്തോ? എടുത്തു. എന്നാ ചപ്പാത്തി ഉണ്ടോ? ചപ്പാത്തി ചപ്പാത്തി ഉണ്ട്. അത് വേണ്ട, അത് മൊത്തം പൊടി. വേറൊരു ചപ്പാത്തി തരാമോ? തരാം. അവിടെ ഇല്ലല്ലോ, വേറെ ഇതേ ഉള്ളൂ. ഈ കോഴിമുട്ട എത്ര? 2 രൂപ. എന്നൊരു കാര്യം ചെയ്യാമോ, ഇത് മതി, ബാക്കിയെല്ലാം അത് വെച്ച്. ചപ്പാത്തി വേണ്ട. ചപ്പാത്തി വേണ്ട. ഇവിടുത്തെ അവിടെ കയറാം. കണ്ട് കാണുമോ? എന്താടാ ചേട്ടേ? ഓ ഞാൻ അങ്ങോട്ട് വരാം. കിടക്കോട്ടിരി. എന്റെ മുന്നിൽ പറഞ്ഞിട്ട് വേറെ പണിയൊന്നും ഇല്ല. ഞാൻ ഒരു 10 മിനിറ്റ് സായന്ത്രം ജീവിച്ചോടുന്നു. ഒരു കവർ കപ്പലണ്ടിക്കും ഒരു കവർ തേമുട്ടായിക്കും വേണ്ടിയാണോ കേരള പോലീസിന്റെ അതിക്രമം? എനിക്ക് വേണ്ട. എന്താ എല്ലാം കൂടെ കൊണ്ടിട്ട് തിന്ന്, വട്ടത്തിരുന്ന് തിന്ന്. അത്രയ്ക്ക് ആർത്തി പാടില്ല പോലീസെ, ആർത്തി പാടില്ല. കീഴെടുത്ത് ബേക്കറിന്നാന്ന് തോന്നുന്നു. യകങ്ങറിയ കീഴത്ത് നല്ല വീണേ. അവന്റെ കീഴിലോ മേലിലോ എവിടെ പോയി പിടിക്കാവനെ. പോടോ. തീമുട്ടായി. മണ്ണന്മാര് പോലീസ് അറിയില്ല ചേട്ടെ. എവിടെടാ എന്റെ പൊന്നു സാറേ? എന്റെ കയ്യിലുള്ളതല്ല ഞാൻ തന്നില്ലയോ. ഇനി കോലുമുട്ടായിക്കാണെങ്കിൽ അത് അവിടെ വായിന്ന് പോയി. നിന്റെ കോലും മുട്ടായി എല്ലാം ഞാനിപ്പോ പറിക്കും. സാധനം എടുക്കടാ. എന്ത്? എടാ നീ സ്റ്റേഷനിൽ കട്ടെടുത്ത സർക്കാരിന്റെ തോക്ക് തരാൻ. കൈയുടെ കള്ളക്കേസ് സാറേ. ഞൊട്ട് കള്ളനാ സാറേ. ഞൊട്ട് കട്ടിട്ടുണ്ട്, പക്ഷെ ഞൊട്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് കണ്ടിട്ടില്ല. ഞൊട്ട് കട്ടൊക്കെ സ്റ്റേഷനിലുണ്ട്, പക്ഷെ ഞൊട്ട് സ്റ്റേഷനിൽ കയറി കക്കത്തില്ല സാറേ. മേഡം ഇരിക്കുന്ന സ്വന്തം ചേച്ചിയെ പോലായിരുന്നു, സാർ ഇരിക്കുന്ന സ്വന്തം ചേട്ടനും. ഇവർക്ക് അളിയന്മാരായിരുന്നു സാറേ. എന്നോട് ഒരു മൂത്തളിയൻ്റെ സ്ഥാനത്ത് നിന്ന് ചോദിക്കുക, നീ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. സോറി എൻ്റെ സാറേ, ഞാൻ എടുത്തിട്ടില്ല സാറേ. എൻ്റെ കയ്യിൽ ഇവിടുന്ന് തോക്ക്. പിന്നെ തോക്ക് എന്തിയടാ? അത് ശരി, അപ്പൊ ഞാനാണ് കണ്ടുപിടിക്കണ്ടേ? പിന്നെ എന്തിനാ നിങ്ങളൊക്കെ തൊപ്പി നിന്ന് പറഞ്ഞു വിട്ടേക്കുന്നേ അവിടെ നിന്ന്? നമ്മുടെ സ്റ്റേഷനിൽ സാധനം പോയി കഴിഞ്ഞാൽ നമ്മൾ പോലീസുകാരെ കണ്ടുപിടിക്കേണ്ടത്. 24 മണിക്കൂർ സമയം തരും. തോക്ക് എവിടെ പോയെന്ന് കണ്ടുപിടിച്ച് എനിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കോ ഞൊട്ടേ, നീ വിളച്ചെടുക്കരുത്. തോക്കടാ. എന്റെ പൊന്നു സാറേ, എനിക്ക് തന്നെ സാർ തോക്ക്. എന്റെ അവിടെ നിന്ന് തോക്ക്. ഡിവൈഎസ്പി ഇനി തോക്ക് പോയതെങ്ങനെ അറിഞ്ഞിട്ട് വിളിക്കുവാണോ? ചുമ്മാ അടങ്ങിയിരടാ സാറിനെ നീ പേടിപ്പിക്കാതെ. ഒരു കാര്യം ചെയ്യും, അതിന് തോക്ക് കണ്ടുപിടിക്കും. സമയം കിട്ടുവാണെങ്കിൽ എന്നെ കണ്ടുപിടിക്കും. ഫോൺ എടുക്ക. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എടോ താനെ എവിടെ? എന്താ സാർ? ഞാൻ വിളിച്ചതേ ആ MLAയുടെ മോൻ്റെ പേഴ്സ് കാണാതെ പോയിട്ടുണ്ട്. അവൻ രാവിലെ വന്നിട്ട് വിളിച്ച് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ആ ചെറുക്കൻ രാവിലെ ജിമ്മിലെങ്ങാണ്ട് പോയിട്ട് വന്ന് കാറിൻ്റെ ബോണറ്റിലെങ്ങാണ്ട് പേഴ്സ് വെച്ചിരുന്നു. ആ കാർ എടുത്തുകൊണ്ട് അവൻ്റെ അമ്മായിപ്പം പോയെന്നോ റോഡിലെങ്ങാണ്ട് പോയെന്നോ ഒക്കെ പറയുന്നു. താൻ അത് എങ്ങനെയും ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കുക. എനിക്കത് രാവിലെ തൊട്ട് സൗകര്യം തരുന്നില്ല. അത് കഴിഞ്ഞിട്ട് മതി തൻ്റെ കേസന്വേഷണവും കാര്യങ്ങളും ഒക്കെ. മനസ്സിലായല്ലോ? ഓക്കെ സാർ, ഓക്കെ. MLAയുടെ മോൻ്റെ പേഴ്സ് കാണാതെ പോയത്. വിലപിടിപ്പുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അതിനകത്തുണ്ടെന്ന്. വിത്തിൻ 24 hours കണ്ടുപിടിച്ച് കൊടുക്കണമെന്ന്. ഇതിൻ്റെ ഇടയിൽ കൂടെ പാടേ വണ്ടി എടുക്കുന്നീ. സാറേ വണ്ടി
അവിടെ ഇട്ടിട്ടൊരു ആവേശത്തിൻ്റെ പുറത്ത് ഓടി വന്നതാ. 3.5 കിലോമീറ്റർ അങ്ങനെ നമ്മൾ ഓടിയിട്ടുണ്ട് ഇങ്ങോട്ട്. 3.5 കിലോമീറ്ററോ? നമുക്ക് തേമുട്ടായിക്ക് തിന്ന് പക്കം പോവാം. സാറേ ദാണ്ട് ഈ ക്യാമറ കറക്റ്റായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. വണ്ടി അകത്തോട്ട് എടുക്കുക, ചെക്ക് ചെയ്യാം. എന്താ സാർ ചെക്ക് ചെയ്യണം. എന്നാ ചെയ്തോ. ഇതോ തന്നെയല്ല, ക്യാമറ ചെക്ക് ചെയ്യണമെന്ന്. എന്തോ കാര്യം? കാര്യം അറിഞ്ഞാലേ ഇയാൾ ചെക്ക് ചെയ്യത്തുള്ളൂ. ചെക്ക് ചെയ്യണോ അങ്ങോട്ടെ? എന്നെ ചെന്നിച്ച് നിക്ക്, ഇവിടെ നീങ്ങി മാറി. എന്തോ സാറേ ചെക്കുണ്ട്? ഒരു സ്വിഫ്റ്റ് കാർ പാസ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കണം. ചെയ്യാം, പക്ഷേ കേരളത്തിലൊരു 2 ലക്ഷം സ്വിഫ്റ്റ് ഉണ്ടാവുമല്ലോ, അതിൽ ഏതാണെന്ന് അറിയത്തില്ലല്ലോ. ആഹാ, കേരളത്തിലെ 2 ലക്ഷം സ്വിഫ്റ്റ് കാർ നിന്റെ കടയുടെ മുന്നിൽ കൂടെ ആണ് പാസ് ചെയ്യുന്നത് അല്ലല്ലോ? അല്ല മാഡം, ഒരു നമ്പറെങ്കിലും കിട്ടിയാലേ നമുക്ക് നോക്കാമല്ലോ. KL 25M 2526 വൈറ്റ് സ്വിഫ്റ്റ്. സാറേ ഇത് വെറുതെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഏത് സമയം, ഏത് തീയതി എന്ന് പറയാമോ? സമയം 9-നും 9:30-ക്കും ഇടയ്ക്ക് രാവിലെ. ഇന്നാണോ? അല്ല, 6 മാസം മുമ്പത്തെ. അയ്യോ, അത് ഇതിനകത്ത് കിട്ടത്തില്ല. എടാ, ഇന്നത്തെ ആവശ്യത്തിന് അല്ലോടാ വന്നത്. കൂടുതൽ മുട എടുക്കല്ലേ. ഞാനൊരു LC മെമ്പർ ആണേ. ആഹാ, നീ LC ആണെങ്കിൽ ഞാൻ PC യാ. ചെക്ക് ചെയ്യടാ. ഡേ, നിങ്ങൾ 3 എണ്ണം കൂടി ഇവിടെ നിന്ന് നോക്ക്, അങ്ങോട്ട് പോയി നിന്ന് നോക്ക്. ഇവിടെ നിന്നിട്ട് എനിക്ക് പോലും കാണുന്നില്ല. അങ്ങോട്ട് പോ. എടോ, എന്തായടോ, കിട്ടിയോ? കേട്ടില്ല സാർ. ഇടയ്ക്കൂടെ ആരാടാ വിളിക്കുന്നത്? ഹലോ, അവനെ അങ്ങ് വിട്. ഡെയിലി സ്റ്റേഷനിൽ വന്ന് ഒപ്പിടാൻ പറഞ്ഞേക്കണം കേട്ടല്ലോ. ശരി. വെള്ളവണ്ടി നോക്ക് നോക്ക് നോക്ക്. മാഡം അത് ആംബുലൻസാ. ഞാൻ എടുക്കാതിരിക്കുന്ന വണ്ടി. അതോ, അത് കൊള്ളായിരുന്നു. ഒന്ന് ബാക്ക് അടിച്ച്. ഭാര്യയുടെ സെലക്ഷൻ ആണോ? കൊള്ളാം, ഭാര്യയുടെ സ്നേഹമുള്ള ഭർത്താക്കന്മാരിങ്ങനെ. അത് ബാക്ക് അടിച്ചൊന്ന് പോസ് ചെയ്യൂ. ബാക്ക് അടിക്കണ്ട, മുമ്പോട്ട് അടിച്ചു. ബാക്ക് അടിക്കണ്ട. എന്തോ സാറേ പ്രശ്നം? MLA മോന്റെ പേഴ്സ് കാണാനില്ലടേ, അത് തപ്പി ഇറങ്ങിയത്. സാറേ ഒരു കറുത്ത പേഴ്സാണോ? ഇതാണോ? ആയിരിക്കുന്നു MLA സുന്ദരക്കുട്ടപ്പനായിട്ട്. അടിപൊളി. അതെ, ആയിരിക്കുന്നു MLA മോനെ. തൊലിയിളകിയൊരു പേഴ്സ്. എന്താടോ, ലോകത്ത് ഗെറ്റപ്പുള്ള എല്ലാ ആണുങ്ങളുടെയും കയ്യിൽ തൊലിയിളകിയൊരു പേഴ്സ് ഉണ്ടാവും. നിനക്കത് എവിടെ നിന്ന് കിട്ടിയടാ? എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ. എന്നിട്ട് എന്താടാ ഇത്ര നേരം നീ പറയാഞ്ഞത്? സാർ എന്നോട് ചോദിച്ചില്ലല്ലോ. ഞാൻ വിചാരിച്ച് കഞ്ചാവ് കൊണ്ടുവന്ന വണ്ടി പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇറങ്ങ്. ചായ. എന്തുവാ? എനിക്ക് വിശക്കുന്നു. വേണ്ട വാ. ചായ. എന്തുവാ? നമുക്കൊരു ബിരിയാണി കഴിച്ചാലോ? വേണ്ട, സമയമില്ല. ഇങ്ങോട്ട് വന്നേ. ചായ. ഈ ചായ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല അടിപൊളി ബസുമതി അരിയിൽ വേവിച്ചെടുത്ത ബിരിയാണി ചോറ്, അതിനകത്ത് നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി നല്ല മണമുള്ള ചിക്കൻ ഫ്രൈ, പിന്നെ അതിൻ്റെ മണമുള്ള മസാലക്കൂട്ട്, പിന്നെ നല്ല ശുദ്ധമായ നെയ്ക്കകത്ത് വറുത്തെടുത്ത കിസ്മിസ് വണ്ടിപ്പൊരി അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വിതറി അത് ചായൻ്റെ അടുത്തോട്ട് വരുന്നു. ഇത് കോഴിമുട്ട, പപ്പടം, പിന്നെ ഒരു കുഞ്ഞു സലാഡ്. ഓ, അതിൻ്റെ ഒരു മണം ചായൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നു. Hmm.
നമ്മുടെ ലക്ഷ്യം തോക്ക് കണ്ടുപിടിക്കുന്നുള്ളതാ. ഇങ്ങോട്ട് വാ. ഓർഡർ ചെയ്യുന്നു ഓർഡർ ചെയ്യാം. ഇവൻ ഈവൻ ബാ ഞാൻ ഈവൻ എന്താ ഈവൻ രണ്ട് ഈവനാ ഓടി ഈവൻ ഓടി ഈവൻ ബാ ഓർഡർ എല്ലാം കള്ളക്കളിയും കൊണ്ടിരിക്കുവാ. ഓർഡർ ഈവൻ ഇനി ഞാൻ ചേച്ചി അയ്യോ എന്ത് പോയത് എപ്പോഴും നീ കള്ളക്കളി എടുക്കുന്നത്. ഓടല്ല ഈവനാ ഓർഡർ ഈവൻ ഓർഡർ ഈവൻ ഇവനും നിങ്ങളെല്ലാം ഇപ്പൊ ഇവിടുന്ന് ഓടും. അയ്യോ പോലീസ് ഞങ്ങൾക്കൊരു കാര്യം അറിയണം. ഇരിക്കേ. ബാബാ ഒരാൾ എൻ്റെ മടിയിലോട്ടിരി. ബാ ഇങ്ങോട്ട് വാ. ആ ഇങ്ങോട്ട് മാറി എവിടെ നിൽക്കടോ. ഇരിക്കാൻ പറഞ്ഞാൽ വന്ന് മടിയിലോട്ടൊക്കെ ഇരുന്നോണം. ചോദിങ്ങിരുന്നേ. ചോദിങ്ങിരി. നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യേ? അദ്ദേഹം പുറത്തോട്ട് പോയി സാറേ. അദ്ദേഹമോ? എന്തിനാ പോയത്? ഡയറി മിൽക്ക് മേടിക്കാൻ. ആർക്ക്? വാവയ്ക്ക്. നിനക്കോ? മുതുക്കി വാവ സ്റ്റേഷനിൽ വന്നപ്പോ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഡിവോഴ്സ് വേണോന്നല്ലയോ പറഞ്ഞത്. ഇപ്പൊ എന്തോ പറ്റി? അത് മാഡം സ്റ്റേഷനിൽ പോയിട്ട് വന്നപ്പോ അതിയാൻ എന്നോടൊരു ചോദ്യം ചോദിച്ച് വെയിലത്ത് എവിടെ പോയതാ വാവേന്ന്. ഞാൻ അതിലങ്ങ് നിയന്ത്രണം വിട്ടുപോയി. ഞങ്ങൾ ഒന്നായങ്ങ്. അമ്മയുടെ മോൻ്റെ ഒന്നും അറിയാത്തുള്ള എക്സ്പ്രഷനൊക്കെ കൊള്ളാം. സ്റ്റേഷനിൽ നിന്ന് എടുത്ത തോക്കെന്തി? എന്തിനവന് തോക്കെന്തുവാന്ന് അറിയത്തില്ല. തള്ളേ രണ്ടെണ്ണവും സത്യം പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ട്. നീയൊക്കെ കൂടെ സ്റ്റേഷനിൽ വന്ന് ഓവർ ആക്ടിങ് കാണിച്ചപ്പോഴേ മനസ്സിലായി എന്തിനുള്ള പരിപാടിയായിരുന്നെന്ന്. അല്ലെങ്കിൽ ഒരു പരാതിയില്ല, ഡ്രാമ കളിക്കാൻ വേണ്ടി വെറുതെ വന്നു, വെറുതെ ഇറങ്ങിപ്പോയി. ആർക്കും പരാതിയില്ല, ഒന്നുമില്ല. ഇപ്പൊ ഭർത്താവും ഭാര്യയും കൂടെ ഒന്നെന്ന്. എന്താ ഇത്? വെള്ളരിക്ക പറ്റണോ? ഡയലോഗ് കഴിഞ്ഞെങ്കിൽ അമ്മ കൂടെ ഇറക്കി വെക്കും. തലയുടെ മേലെ മേലെ ക്ഷമയുടെ നെല്ലിപ്പലക പൊളിഞ്ഞിരിക്കുക. എന്നിട്ടും ഞാൻ നിങ്ങളോട് ചോദിക്കുക, അമ്മച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ തോക്കി താമേ കഷ്ടമുണ്ടമ്മേ. എന്റെ മോനെ, അമ്മയ്ക്ക് എന്തിനാ മക്കളെ വയസ്സാം കാലത്ത് ഈ തോക്ക്? അമ്മ എടുത്തിട്ടില്ല മോനെ. അമ്മ നിങ്ങളോട് അങ്ങനെ ചെയ്യുവോ? ഇതാണോ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമായിപ്പോയി. നല്ല തങ്കം പിടിച്ചൊരു അമ്മയെ പോയി അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചു തന്നെ മോശമായിപ്പോയി. സാറേ പാപ്പൊക്കെ എവിടെ കൊണ്ട് കളയാം സാർ? ഓക്കെ സ്റ്റേഷനിൽ നിന്നാ സംസാരിക്കടോ. ഹലോ ആണോ? ഇപ്പോൾ എത്താമേ സാറേ. സ്റ്റേഷനിൽ വള്ളിക്കെട്ട് കേസ് വന്നിട്ടുണ്ടെന്ന്. വാ. സാറേ SPCക്ക് വരാൻ ഞാൻ ലേഡി കോൺസ്റ്റബിൾ ലീവ് ആയതുകൊണ്ടാണേ. ഇതാരാ സാറേ? സാറേ തല്ല് കേസാ സാറേ. വെള്ളം അടിച്ചിട്ടോ? അല്ല, ഒരു പെണ്ണിന് വേണ്ടിയിട്ട് റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കിയത്. ഒരു പെണ്ണിന് വേണ്ടിയിട്ട് 5 അവന്മാർ അടി കൂടാനോ? പഞ്ചവണ്ടന്മാർ കുറച്ച് മുമ്പോട്ട് നിൽക്കും. മതി. ഇത്രയും പേരെ മനസ്സിലായി. ഈ അരപ്പാണ്ടവൻ എന്തിനാണ് വന്നേ? ഞാൻ വിഷയം ഉണ്ടാക്കാൻ വന്നേ സാറേ. പ്രശ്നം ഉണ്ടാക്കാൻ? എന്തോത്തിനാണ് സാറേ? എന്റെ ചേട്ടനെ തൊട്ടാ ഞാൻ കയറി മൂക്കും. നീ ആദ്യമേ ഒന്ന് മൂപ്പത്തട്ടെ, എന്നിട്ട് കയറി മൂക്കാം കേട്ടോ. ഇവനാ സാറേ എന്റെ ആദ്യം ചൗക്കിലടിച്ചു പൊട്ടിച്ച. അടിയും ബഹളമൊക്കെ റോഡില്. സ്റ്റേഷനിൽ നിന്നുണ്ടല്ലോ എല്ലാത്തിനെയും ലോകകപ്പ് പിടിച്ചിട്ട് പറഞ്ഞേക്കാം. ആരൊക്കെയാണ് ഇത് കാമുകന്മാര്? കൊള്ളാം. അടുത്തോട്ടേക്ക് രണ്ടെണ്ണം. നിങ്ങളുടെ ആരാടാ അവക്കിഷ്ടം?
ഞങ്ങൾ രണ്ടുപേരെ ഇഷ്ടമല്ല. എടാ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഒരാൾ പറയടാ. അല്ല ഞങ്ങൾ രണ്ടുപേരെ ഇഷ്ടമല്ല. നന്നായിട്ടുണ്ട്. എപ്പോഴാ ഇഷ്ടം തുടങ്ങിയേ? ഞാൻ രാവിലെ വെള്ളം കുടിക്കാൻ പോയാ, അപ്പൊ അവിടെ വെച്ച് കണ്ടപ്പോ ഇവൻ എന്നെ വിളിച്ചു വരുത്തി സപ്പോർട്ടിന് വിളിച്ചവനെ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെ ശരിയാവും? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എന്റെ ഏട്ടന് ഇഷ്ടമാണ്, ഞാൻ സെറ്റാക്കും. അല്ല നിനക്ക് സെറ്റാക്കി തരുന്നത്, അവളെ അല്ല അവിടെ അമ്മ വരെ ഞാൻ സെറ്റാക്കി കൊടുക്കും. എടാ കൊച്ചു പാണ്ടവാ, നീ അങ്ങ് അടങ്ങടാ, മൂക്കാതങ്ങ് നീ അങ്ങ്. എവിടെയാടാ പെണ്ണിന്റെ വീട്? വേലഞ്ചര അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ഒരു പട്ടിയൊക്കെ ഉള്ള വീട്ടിൽ പഠിക്കുന്നത് ബാബു. പാർവതി എസ് എം ആണോടാ? അത് തന്നെ സാറേ, സാറ് വളക്കാൻ നോക്കിയിട്ടുണ്ടല്ലയോ? ഞാൻ വളയ്ക്കാൻ നോക്കി അവളുടെ തള്ളയെ പണ്ട്. സുമേഷ് സാറേ, എന്തോ ഇതിന്റെ ഇടയ്ക്ക് കൂടെ? സാർ എന്തിനാ സാറേ എന്നെ അടിച്ചത്? അവളുടെ തന്തയാടാ ഞാൻ. സാർ എന്നെ അനുഗ്രഹിക്കണം. നിനക്ക് അനുഗ്രഹിച്ച് കല്യാണം നടത്തി തരാം. ഏതവനാടാ നീ എന്റെ പെണ്ണും പിള്ളയെ വളക്കണ്ടേ? അയ്യോ അത് എനിക്ക് വേണ്ടിയല്ല, ഇവന് വേണ്ടിയാ. എന്റെ കുട്ടിപ്പിച്ചാച്ചേ നിനക്ക്. സുമേഷ് സാറേ, നിങ്ങൾ അമ്മായപ്പനും മരുമക്കളും ഈ കേസ് അങ്ങ് ഒതുക്കി തീർക്കുക. എനിക്ക് 100,000 പ്രഷറുണ്ട് കേട്ടോ. സാറിനെ വന്നേ. ഒന്നാമതേ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഓരോ പ്രാന്തന്മാരുടെ കേസ്. സർ, എൻ്റെ പൊന്നു ബിജുവേ, ഞാൻ എത്ര വട്ടം പറഞ്ഞ് സ്റ്റേഷനകത്തല്ല ചെടിച്ചട്ടി വെക്കേണ്ടത്, സ്റ്റേഷന് പുറത്ത് കൊണ്ടുവെക്ക് ചെടിച്ചട്ടി. സാറേ സാറൊന്ന് സൂക്ഷിച്ച് നോക്കി, ഇത് ചെടിച്ചട്ടി അല്ല. ഓ ഇതായിരുന്നോ വള്ളിക്കേസ്? സാറിനെ ഇത് നമ്മുടെ പരമശിവം. നമ്മുടെ കിണ്ണത്തിനകത്ത് ചന്ദനം എടുക്കാൻ പോയ ടീം പിക്കപ്പ് എന്തിയേ? അയ്യോ എന്തോ പറ്റിയോടോ? ചിക്കുനെ ബുക്കിനെ കാണുന്നില്ല സാറേ. ചിക്കു മക്കു കിളികള്. ഓ ഓ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇതെന്തോ ഇത് കാട്ടുവള്ളിയെല്ലാം കൂടെ? ഞാൻ കാട്ടി കയറിയതാ, കെണിയിൽ വീണ്. എടോ തൻ്റെ ഒരു കാര്യം ചെയ്യ്, അവിടെ റൈറ്ററുണ്ട്, റൈറ്ററിനോട് പറഞ്ഞിട്ട് എൻ്റെ ചിക്കുവിനെയും മക്കുവിനെയും 2 കിളികളെ കാണാനില്ലെന്നൊരു പരാതി എഴുതി കൊടുത്തിട്ട് പോ. ഞങ്ങൾ കേരള പോലീസിൻ്റെ ജോലിയാണല്ലോ ലവ് ബേഴ്സിനെ കണ്ടുപിടിക്കുന്നതും കിളിയെ കണ്ടുപിടിക്കുന്നതും ഒക്കെ. ചെല്ല്. എൻ്റെ ഭഗവാനെ. അല്ല, നമ്മളിനി ചിക്കുനെയും മക്കുനെയും പറയാൻ നടക്കേണ്ടി വരുമോ? എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായേനെ. നിനക്കെന്തോ അടി പ്രാന്താന്നോ? തോക്കുപോയത് ആദ്യമേ കണ്ടുപിടിക്കും, എന്നിട്ട് ചിക്കുനെ മുക്കുനെ ഉണ്ടാക്കാൻ പോകും. കളിയെ കണ്ടുപിടിക്കാൻ പോകുന്നു. ഡിവൈസ് വിളിക്കുന്നു. സാറേ, പേഴ്സ് കിട്ടിയായിരുന്നു. MLA യുടെ ഹാപ്പി ആണോ? പേഴ്സല്ല പൂ. എടോ തോക്കെവിടെ എടോ? എന്താ സാറേ? താൻ കേട്ടിട്ടില്ലേ? തോക്ക് തന്റെ സർവീസ് ഗൺ അവിടെ. സാറെങ്ങനെ അറിഞ്ഞ്? എടോ ഞാൻ മാത്രമല്ല, ഈ ലോകം മൊത്തം കണ്ടോണ്ടിരിക്കുക. താൻ എന്ത് കോപ്രാണോ കാണിക്കുന്നത്? താൻ്റെ തൊപ്പി പോകുന്ന കേസാ കേട്ടോ. താൻ ആ ന്യൂസ് ഒന്ന് വെച്ച് നോക്കണോ. നമസ്കാരം, വള്ളിമല ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാടിനെ നടക്കുന്ന ഒരു വാർത്തയാണ് വള്ളിമല ഫോക്കസിന് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. നിയമസംരക്ഷണ വ്യവസ്ഥ അതിന്റെ ഏറ്റവും ദുർബലമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിനും ജീവനും സ്വത്തിനും സംരക്ഷകരാകേണ്ട പോലീസ് സ്വന്തം തോക്ക് പോലും സംരക്ഷിക്കാനാകാതെ മൂങ്ങുന്നൊരവസ്ഥയാണ് വള്ളിമല സ്റ്റേഷനിൽ കാണാൻ കഴിയുന്നത്. ഇത് അവിടെയുള്ള ഓരോ പോലീസുകാരുടെയും കഴിവുകേടാണ്, അനാസ്ഥയാണ്. ഇതിനെതിരെ പൊതുജനം നിങ്ങൾ പ്രതികരിക്കുക. തോക്ക് തിരിച്ചു പിടിക്കേണ്ടത് ജനങ്ങളുടെ കൂടെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറാമാൻ അഖിലിനൊപ്പം ബിനു വള്ളിമല.